നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. ത്രിതല കൗൺസിലിംഗ് സംവിധാനമൊരുക്കി കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ. കുടുംബങ്ങളുടെ വീണ്ടെടുപ്പ് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കുടുംബ പ്രേക്ഷിത ശുശ്രൂഷയിൽ കൗൺസിലിംഗ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ത്രിതല കൗൺസിലിംഗ് സംവിധാനം ഒരുക്കി. പ്രത്യാശ എന്ന പേരിൽ നടപ്പിലാക്കുന്ന പരിപാടിയിൽ ഇടവക, ഫെറോന, സ്കൂൾ തലങ്ങളിൽ കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കും. കുടുംബ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ റിച്ചാർഡ് സക്കറിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം അതിരൂപത സഹായ മെത്രാൻ അഭിവന്ദ്യ ക്രിസ്തുദാസ് പിതാവ് നിർവഹിച്ചു. വികാർ ജനറൽ മോൺസിഞ്ഞൂർ യൂജിൻ എച്ച് പെരേര ബ്രോഷർ പ്രകാശനം ചെയ്തു. ഇടവക തലത്തിലും ഫെറോന തലത്തിലും നിശ്ചിത ദിവസങ്ങളിലും സമയങ്ങളിലും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇടവകകളിലും ഫെറോന സെന്ററുകളിലും വച്ചു തന്നെ കുടുംബങ്ങൾക്ക് കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കും. ത്രിതല കൗൺസിലിംഗ് സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി പരിപാടിയിൽ പങ്കാളിത്തം വഹിക്കുന്ന കൗൺസിലേഴ്സിനുള്ള പരിശീലന പരിപാടിയും അന്നേ ദിനം നടന്നു. പരിശീലനത്തിന് ഫാദർ ഡോക്ടർ AR ജോൺ, ഡോക്ടർ പ്രമോദ്, ഡോക്ടർ ഫ്രസ്നൽ ദാസ് എന്നിവർ നേതൃത്വം നൽകി. ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ 100 കുടുംബാംഗങ്ങൾക്ക് വീടും വീട്ടുപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് കേരള കത്തോലിക്ക സഭ. വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും വിലങ്ങാടും കനത്ത നാശം വിതച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. ഞായറാഴ്ച ത്രികാല പ്രാർത്ഥനയോടനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ദുഃഖം പ്രകടിപ്പിച്ചത്. ഇന്ത്യൻ ജനതയോട്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനത്തോട് തന്റെ അടുപ്പം പ്രകടിപ്പിക്കുകയാണെന്നും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്ന് പാപ്പ പറഞ്ഞു. പേമാരി മൂലം കനത്ത നാശനഷ്ടമുണ്ടായ, നിരവധി ഉരുൾപൊട്ടലുകൾക്ക് കാരണമായി മനുഷ്യജീവനുകൾ നഷ്ടമായ, നിരവധി പേർ കുടിയൊഴിപ്പിക്കപ്പെട്ട കേരളത്തിലെ ജനങ്ങളോട് ഞാൻ എൻ്റെ അടുപ്പം പ്രകടിപ്പിക്കുന്നു. വിനാശകരമായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും ദുരന്തം ബാധിച്ച എല്ലാവർക്കും വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്നും പാപ്പ പറഞ്ഞു. തന്റെ പൊതു സന്ദേശത്തിന്റെ സമാപനത്തിലാണ് പാപ്പ കേരളത്തെ നടുക്കിയ ദുരന്തത്തെക്കുറിച്ച് പങ്കുവച്ചത്. ക്രിസ്തുവിന്റെ ജനനം ആട്ടിടയന്മാർ ലോകത്തെ അറിയിച്ചതുപോലെ JB കോശി അറ്റ് 1000 യോഗങ്ങൾ ഫെറോനകളിലും ഇടവകകളിലും നടപ്പിലാക്കാൻ ഓരോ സമുദായ അംഗവും മുന്നോട്ടിറങ്ങണം. ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ. ക്രിസ്തുവിന്റെ ജനനം ആട്ടിടയന്മാർ ലോകത്തെ അറിയിച്ചതുപോലെ JB കോശി അറ്റ് 1000 യോഗങ്ങൾ ഫെറോനകളിലും ഇടവകകളിലും നടപ്പിലാക്കാൻ ഓരോ സമുദായാംഗവും മുന്നിട്ടിറങ്ങണം. ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ. JB കോശി കമ്മീഷൻ ശുപാർശകൾ സർക്കാർ നടപ്പിലാക്കാത്ത സാഹചര്യത്തിൽ സർക്കാരിനെ കൊണ്ട് നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഓരോ സമുദായാംഗവും മുന്നിട്ടിറങ്ങണമെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രാപ്പോലീത്ത തോമസ് ജെനെറ്റോ പറഞ്ഞു. ഇതിനായി ഫെറോനകളിലും ഇടവകകളിലും വിശദീകരണ യോഗങ്ങൾ നടത്തണമെന്നും അദ്ദേഹം അതിരൂപത മക്കളോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന തലത്തിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ നടപ്പിലാക്കുന്ന 1000 യോഗങ്ങളുടെ തിരുവനന്തപുരം അതിരൂപതാതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അഭിവന്ദ്യ മെത്രാപ്പോലീത്ത. KLCA അതിരൂപത പ്രസിഡന്റ് ശ്രീ പാട്രിക് മൈക്കിൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തോമസ് ജെനെറ്റോ പിതാവിൽ നിന്ന് KLCA, KLCWA, DCMS, KCYM സംഘടനകളുടെയും DCC കമ്മീഷന്റെയും പ്രതിനിധികളായ പാട്രിക് മൈക്കിൾ, വിമല സ്റ്റാൻലി, ജോർജ് S പള്ളിത്തുറ, ആഗ്നസ് ബാബു എന്നിവർ ഫലകം ഏറ്റുവാങ്ങി. JB കോശി കമ്മീഷൻ ശുപാർശകളെ കുറിച്ചുള്ള ക്ലാസ് KLCA സംസ്ഥാന പ്രസിഡന്റ് ഷെറി ജെ തോമസ് നയിച്ചു. KLCA സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി കരുമാഞ്ചേരി, അതിരൂപത അൽമായ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ മൈക്കൽ തോമസ്, DCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ഡാനിയൽ R, KLCA സംസ്ഥാന ട്രഷറർ രതീഷ് ആന്റണി, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഇഗ്നേഷ്യസ് തോമസ്, അതിരൂപത അൽമായ ശുശ്രൂഷ അസിസ്റ്റന്റ് ഡയറക്ടർ നിക്സൺ ലോപ്പസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. വെള്ളയമ്പലം പാരിഷ് കൗൺസിൽ സെക്രട്ടറി ബിനോയ് ജോസഫ് സ്വാഗതം ആശംസിക്കുകയും പേട്ട ഇടവക BCC കോർഡിനേറ്റർ സുമ ജോസ് നന്ദി അറിയിക്കുകയും ചെയ്തു. ഫെറോനകളിൽ നിന്നും ഇടവകകളിൽ നിന്നും ഇടവക പാരിഷ് കൗൺസിൽ സെക്രട്ടറിമാർ, ഇടവക BCC കോർഡിനേറ്റർ, അൽമായ ശുശ്രൂഷ കൺവീനർമാർ, KLCA, KLCWA, DCMS, KCYM തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. കടലിൽ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിനായുള്ള
ഭവനത്തിന്റെ തറക്കല്ലിട്ട് പുതുക്കുറിച്ചി ഫെറോന ആൽമായ ശുശ്രൂഷ. അൽമായ ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ കടലിൽ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ തറക്കല്ലിട്ടു. കടലിൽ മത്സ്യബന്ധനത്തിനിടെ മുതലപ്പുഴയിൽ മരണപ്പെട്ട പുതുക്കുറിച്ചി ഇടവകയിലെ സുനിലിന്റെ കുടുംബത്തിനാണ് ഭവനമൊരുങ്ങുന്നത്. ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പുതുക്കുറിച്ചി ഫെറോന വികാരി റവറൻ ഫാദർ ഹൈസിന്ത് എം നായകം, അൽമായ ശുശ്രൂഷ ഫെറോന കോർഡിനേറ്റർ ഫാദർ കോസ്മോസ് കെ തോപ്പിൽ, പുതുക്കുറിച്ചി ഇടവക വികാരി ഫാദർ ഇഗ്നാസി രാജശേഖരൻ എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. 2024 ജൂലൈ മാസം പുതുക്കുറിച്ചി ഫെറോന അൽമായ ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അൽമായ സംഗമത്തിൽ നടന്ന ഭവന പദ്ധതിയുടെ പ്രഖ്യാപനമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഫെറോന അൽമായ ശുശ്രൂഷ സമിതി ആനിമേറ്റർ ശ്രീമതി മേരി ഷൈജ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.